രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത്? ഇല്ല, കേരളത്തിൽ നടപ്പാക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതിനൊരു പ്രസക്തിയില്ല, അപ്രസക്തമാണത്. അത് കേന്ദ്ര നിയമമാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ ആപ്ലിക്കബിൾ ആണ്. രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ പരിഹാസത്തോടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാദം ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എങ്ങനെ കേരളത്തിൽ മാത്രം നടപ്പാക്കാതിരിക്കും? അതാണ് ചോദ്യം. BJP സംസ്ഥാന പ്രസിഡന്റ് ചോദ്യം അപ്രതീക്ഷിതമല്ല. എന്നാൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം ഏകനല്ല. പിന്നെയോ അതേ സ്വരം, അതേ ശബ്ദം KPCCയുടെ പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥി, ഇവരെല്ലാം പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെയും പ്രസ്താവന കണ്ടു. ഒരേ കാര്യം, വള്ളി പുള്ളി വ്യത്യാസമില്ല. ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ ഐക്യമുള്ള മക്കളെ പോലെ BJPയുടെ പ്രസിഡന്റ് മുതൽ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വരെ ഒരേ കാര്യം പറയും. അവർ ചോദിക്കുന്നത് ഇതാണ്: ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഈ നിയമം കേരളത്തിൽ മാത്രം എങ്ങനെ നടപ്പിലാക്കാതിരിക്കും? അപ്പോ ഒരർത്ഥത്തിൽ ഈ നിയമത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇവരെല്ലാം. BJPയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ ആ നിയമത്തിന് വേണ്ടി വാദിക്കുന്നു. ഇത് പാർലമെന്റ് പാസാക്കിയതാണ്, പിന്നെ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ വാദം. എന്താ വസ്തുത? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന ഏതു നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാകണം. അതാണ് നിയമം. ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഒന്നാമത്തെ നിയമം. അതുകൊണ്ടാണ് നിയമ വിദ്യാർത്ഥികൾ ഭരണഘടനയെ പറയുക ലോ ഓഫ് ലാൻഡ് എന്നാണ് പറയുക. അതാണ് ഒന്നാമത്തെ നിയമം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന മറ്റെല്ലാ നിയമങ്ങളും, നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമൊന്നുമല്ല അവകാശം, സംസ്ഥാന നിയമസഭയ്ക്ക് അവകാശമുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ അവകാശമുണ്ട്, ഒരു വായനശാല കമ്മിറ്റിക്ക് പോലും ആ വായനശാലയെ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാം, അവകാശമുണ്ട്. പക്ഷെ എന്തു വേണം? ഈ രാജ്യത്ത് പിറവി കൊള്ളുന്ന ഏതു നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ കാഴ്ചപ്പാടുകളെ നിരാകരിക്കുന്ന ഒരു നിയമവും നിലനിൽക്കില്ല ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാനമായ ഒരു കാഴ്ചപ്പാട് തുല്യതയാണ്, ഈക്വാളിറ്റി ബിഫോർ ലോ. അത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെയും ഭരണഘടനയുടെയും എല്ലാം ആണിക്കല്ലായി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അതെങ്ങനെ വന്നു ഇന്ത്യൻ ഭരണഘടനയിൽ? ഭരണഘടനാ ശില്പികൾ സമത്വ ചിന്തയുള്ളവരായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണോ? അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ വ്യത്യസ്ത ചിന്താഗതിക്കാരായി. അവർക്കിടയിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായി. പക്ഷേ തുല്യാവകാശം അത് ആ കാലഘട്ടത്തിന്റെ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. 1948 ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ജനറൽ അസംബ്ലി നടക്കുന്നത്. 948 പാരീസിൽ വെച്ച് ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. UDHR സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ജനറൽ അസംബ്ലി നടത്തുമ്പോൾ അതിലെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം തുല്യതയാണ്, തുല്യാവകാശം. ലോകത്തിലെ സകല മനുഷ്യരും അവരുടെ പ്രദേശം, വിശ്വാസം, ഭാഷ, വംശം, ലിംഗം അതിനെല്ലാം അതീതമായി തുല്യാവകാശമുള്ളവരാണ്. അതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷന്റെ ഹൃദയം.
ലോകത്തിലെ എല്ലാ മനുഷ്യരും സമന്മാരാണ്. ആരും ആരേക്കാൾ വലുതല്ല, ചെറുതുമല്ല. അവരുടെ ജാതിയും മതവും ഗോത്രവും വംശവും എല്ലാം എന്തു തന്നെയായിരുന്നാലും ലോകത്തിലെ മനുഷ്യർ തുല്യാവകാശമുള്ളവരാണ് എന്ന കാഴ്ചപ്പാടാണ് 1948 പാരീസ് ജനറൽ അസംബ്ലി മുന്നോട്ട് വെച്ചത്. അവിടെ പാരീസിൽ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1949 നവംബർ 26 ഭരണഘടന അന്തിമമായി രൂപകൽപ്പന ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി. ചെറുതല്ല, വലിയ ഭരണഘടന. ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അന്ന് ലോകരാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഭരണഘടനകളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ, പ്രധാനമായും അംബേദ്കർ, പരിശോധിച്ചു, പഠിച്ചു. എന്നിട്ടോ അതിൽ നിന്നും നമുക്ക് സ്വീകാര്യമായതിനെ എല്ലാം സ്വാംശീകരിച്ചു. നമ്മൾ എടുത്തു പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിൾ സ്വയംഭൂവായി വന്നതല്ല. ഫ്രാൻസിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിന്റെ ഒരു സ്വീകരിക്കലാണ്. അത് അവിടെ നിന്ന് കടം കൊണ്ടതാണ്. മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ഭാഗം സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നും നാം സ്വീകരിച്ചതാണ്. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും ഫെഡറൽ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. ഈ 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ ലിഖിതമായൊരു ഭരണഘടന ഇല്ലെങ്കിലും ബ്രിട്ടന്റെ കീഴ്വഴക്കങ്ങളെ നാം കടം കൊണ്ടതാണ്. ഇങ്ങനെ എടുത്തു. തുല്യത എന്ന കാഴ്ചപ്പാട് അതേ സമയത്ത് പാരീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച UN പാരീസ് ജനറൽ അസംബ്ലിയിൽ നിന്ന് നാം കടം കൊണ്ടതാണ്. ഇങ്ങനെ എല്ലാം നമ്മൾ സ്വീകരിച്ചു വന്നപ്പോൾ വലുതായിപ്പോയി ഭരണഘടന. ലോകത്തിലെ എല്ലാ ഭരണഘടനകളുടെയും മികവുറ്റ ഭാഗങ്ങളെ നാം സ്വാംശീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ വലിയ ഭരണഘടനയായി. അതാണ് ഭരണഘടനയുടെ പിറവിയുടെ ഒരു പ്രത്യേകത. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഒരു സുപ്രധാനമായ കാഴ്ചപ്പാടാണ് തുല്യത, ഈക്വാളിറ്റി. ഞാൻ ഇത്രയും ഇവിടെ വിശദീകരിച്ചത് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം രാജ്യത്ത് പിറവികൊള്ളുന്ന സകല നിയമങ്ങളും. അല്ലാത്ത നിയമങ്ങൾ ആരെങ്കിലും പാസാക്കിയവരുടെ വിവരക്കേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി സുപ്രീം കോടതി അത് അസാധുവാക്കും. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന കാരണം കൊണ്ട് നിയമം അസാധുവാക്കും. അപ്പോ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നിലപാടെന്താണ്? ഇത് കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ്? അത് BJPയുടെ പ്രസിഡന്റ് മുതൽ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വരെയുള്ള അല്പവിഭവന്മാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന പിറവികൊണ്ട ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ധാരണയുണ്ടാവണം. അങ്ങനെ വരുമ്പോഴോ CAA ഭേദഗതി നിയമത്തിന്റെ കാതൽ എന്താണ്? കാതൽ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അഭയാർത്ഥികളുമായൊക്കെ ബന്ധപ്പെട്ട പൗരത്വ പ്രശ്നമാണ്. ഒരാൾ നമ്മുടെ ഏതെങ്കിലും അയൽ രാജ്യത്തുനിന്ന് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയ ഒരാൾ, അയാളുടെ പൗരത്വം ഒരു ചോദ്യമായി ഉയരുമ്പോൾ, ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ടോ എന്ന പ്രശ്നം വരുമ്പോൾ, ആ പൗരത്വ നിർണയത്തിന്റെ മാനദണ്ഡമായി എന്തു വരുന്നു? മതം വരും. അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. പൗരത്വം നിർണയിക്കുന്നതിന്റെ മാനദണ്ഡം മതമാവുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർഹനാവാൻ തുല്യ അവകാശമാണുള്ളത്, തുല്യ അവസരമാണുള്ളത്. എന്നാൽ മോദിയുടെ നിയമം പറയുന്നു അതിന്റെ മാനദണ്ഡം മതമാണ്.
ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് ആക്രമണം, നാളെ അത് മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരായി സ്വാഭാവികമായി വളരും. ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരാ. മുസൽമാനാണ് എന്ന കാരണം കൊണ്ട് പൗരത്വം നിഷേധിക്കപ്പെടും. മുസൽമാനല്ല എന്ന കാരണം കൊണ്ട് തുല്യമായ സാഹചര്യത്തിലുള്ള മറ്റൊരാൾക്ക് പൗരത്വം ലഭിക്കും. അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. പൗരത്വം നിർണയിക്കുന്നതിന്റെ മാനദണ്ഡം മതമാവും. അവിടെ ഭരണഘടനയുടെ മൗലിക കാഴ്ചപ്പാട് തുല്യത ഇല്ലാതെയാവും. അതുകൊണ്ട് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. കേരളം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമം. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമവും ഇന്ത്യയിൽ നിലനിൽക്കില്ല, നടപ്പിലാക്കപ്പെടുകയുമില്ല. ഈ ബോധമുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അരനിമിഷം ആലോചിക്കാതെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് കെ സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ടുള്ള സകല ആളുകളും ആവേശത്തോടെ പറയുന്നു, ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ, ഇതെങ്ങനെ നടപ്പിലാകാതിരിക്കും? എടോ, പാർലമെന്റ് പാസാക്കിയത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ ബാധ്യതയില്ല. തന്നെയുമല്ല, ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം നിയമ പോരാട്ടവും നടത്തും. അപ്പൊ നമ്മൾ കേസ് കൊടുത്തിരിക്കില്ലേ? സുപ്രീം കോടതിയിൽ നിയമയുദ്ധം, ഇവിടെയോ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മുന്നേറ്റം, രണ്ടും ഏറ്റെടുക്കും.